കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത് നമസ്കാരത്തിന്റെ പ്രാധാന്യവും ഗൗരവവും അതിന്റെ പുണ്യവുമെല്ലാമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും ആ ഗൗരവത്തെ കണക്കിലെടുത്തുകൊണ്ട് നമസ്കരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ നമസ്കാരങ്ങളിൽ എത്രമാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ ഇഹപര വിജയം നേടിയിരിക്കുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇരു ലോകത്തും അവർ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരവരുടെ നമസ്കാരങ്ങളിൽ ഖുശൂഅോടുകൂടി നമസ്കരിക്കുന്നവരാണ്, ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തി നമ്മുടെ നമസ്കാരങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ്. റൂഹുസ് സലാം, നമസ്കാരത്തിന്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ ഖുശൂ എന്ന് പറയുന്നത്. അസ്സലാത്തു ബിലാ ഖുശൂഇൻ കൽ ജസദി ബിലാ റൂഹ്. ഖുശൂ ഇല്ലാത്ത നമസ്കാരം എന്ന് പറയുന്നത് റൂഹില്ലാത്ത, ആത്മാവില്ലാത്ത ശരീരത്തെ പോലെയാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ദീനിൽ ഒരു മനുഷ്യന് ആദ്യമായി നഷ്ടപ്പെടുന്നത് അവന്റെ ഖുശൂ ആയി, അവസാനമായി നഷ്ടപ്പെടുന്നത് അവന്റെ നമസ്കാരമാണ്. എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ആളുകളിൽ തന്നെ ആദ്യമായി നമുക്ക് നഷ്ടപ്പെടുക ആ നമസ്കാരത്തിലെ ഭക്തിയായി. നമസ്കരിക്കുന്നുണ്ടോ? നമസ്കരിക്കുന്നുണ്ട്. കേവല നമസ്കാരങ്ങളായി നമ്മുടെ നമസ്കാരങ്ങൾ മാറും. ഇതാണ് ദീൻ നഷ്ടപ്പെടുന്നതിന്റെ ആദ്യത്തെ അടയാളമെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെട്ട് ഭക്തി കുറഞ്ഞ് അവസാനം നമസ്കാരത്തിൽ തന്നെ ഉപേക്ഷ വരുത്തുന്നിടത്ത് ഒരു മനുഷ്യൻ എത്തുന്നതോടുകൂടി ദീനിന്റെ സർവ്വതും അയാൾക്ക് നഷ്ടപ്പെട്ടു എന്ന രൂപത്തിലാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. എത്രമാത്രമാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. നിശ്ചയമായും ഞാനാകുന്നു അല്ലാഹു, ഞാനല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ, എന്നെ ഓർക്കുന്നതിന് വേണ്ടി നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണേ. ഈ രൂപത്തിൽ അല്ലാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ നമുക്ക് നിർബന്ധമാക്കിയതെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങളിൽ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എത്ര സമയമാണ് നാം അല്ലാഹുവിനെ ഓർക്കുന്നത്? നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ എന്തെല്ലാം ചിന്തകളാണ്, ദുനിയവിയായിട്ടുള്ള ഏതെല്ലാം ചിന്തകളാണ്, വസ്വാസുകളാണ്, അഫ്കാറുകളാണ് നമ്മുടെ നമസ്കാരങ്ങളിലേക്ക് കടന്നു വരുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നത്, മൻ സല്ലാ ലില്ലാഹി റകഅതൈൻ ലം യുഹദ്ദിസ് നഫ്സഹു ഫീഹിമാ ബിശൈഇൻ മിനദ് ദുനിയാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഒരു 2 റകഅത്ത് നമസ്കരിക്കുന്നു, ആ 2 റകഅത്ത് നമസ്കാരത്തിലതാ ദുനിയാവിന്റെ യാതൊരു ചിന്തകളും ഇല്ലാതെയാണ് അയാൾ നമസ്കരിക്കുന്നതെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം ആ 2 റകഅത്ത് നമസ്കാരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. അത്രമാത്രം പ്രാധാന്യവും പുണ്യവുമാണ് ഭക്തിസാന്ദ്രമായ നമസ്കാരങ്ങൾക്കെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹുവുമായുള്ള സംസാരമാണ്, അല്ലാഹുവുമായുള്ള അഭിമുഖമാണ്, മുനാജാത്താണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഓരോ ആയത്ത് നമ്മൾ ഓതുമ്പോഴും അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. നാം അത് കേൾക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും അതാ സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്. ഇത് നമ്മൾ പ്രഖ്യാപിക്കുമ്പോ, ഇത് നമ്മൾ പാരായണം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുകയാണ്, ഹമിദനി അബ്ദി, എൻ്റെ അടിമയിതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വീണ്ടും നമ്മൾ പാരായണം ചെയ്യുന്നു, അർറഹ്മാനിർ റഹീം, പരമകാരുണികനാണവൻ, കരുണാവാരിധിയാണവൻ എന്ന
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തി പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നമ്മോട് പറയുന്നു, അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. വീണ്ടും നമ്മൾ അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായവനെന്നോ അല്ലാഹുവിനെ പുകഴ്ത്തുമ്പോ വീണ്ടും അല്ലാഹു തിരിച്ചു പറയുന്നു, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ വാഴ്ത്തിയിരിക്കുന്നു. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടതാ റബ്ബിന്റെ മുന്നിൽ നമ്മൾ കരാർ പുതുക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് നമ്മൾ പ്രഖ്യാപിക്കുമ്പോ, ഈ കരാർ നമ്മൾ പുതുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുകയാണ്, ഹാദാ ബൈനി വ ബൈന അബ്ദി വലിഅബ്ദി മാ സഅൽ, ഇതാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാർ. അതുകൊണ്ട് എൻ്റെ അടിമ ഇനി എന്ത് ചോദിക്കുന്നോ ആ ചോദിക്കുന്നതിന് ഞാൻ മറുപടി നൽകുന്നതാണ്, ഉത്തരം നൽകുന്നതാണ്. എന്നിട്ടാണ് അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കണേ അല്ലാഹ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗ്ഗത്തിൽ, ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, അല്ലാഹുവേ നിന്റെ കോപത്തിനിരയായവരുടെ വഴിയിലല്ല, ശപിക്കപ്പെട്ടവരുടെ മാർഗ്ഗത്തിലുമല്ല. ഈ രൂപത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴതാ ഹാദാ ലിഅബ്ദി വലിഅബ്ദി മാ സഅൽ, ഇതെല്ലാം എൻ്റെ അടിമക്കുള്ളതാണ്. എൻ്റെ അടിമ എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് ഞാൻ നൽകുന്നതാണ്. ഈ രൂപത്തിൽ നമസ്കരിക്കുമ്പോ, നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. കാതോർക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ നമസ്കാരങ്ങളിൽ. അത്രമാത്രം ഖുശൂഅോടുകൂടി ഭക്തിയോടുകൂടി നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധനയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടത്. നമ്മുടെ നമസ്കാരങ്ങൾ അത് ജീവനുള്ള നമസ്കാരങ്ങളാണോ, അതല്ല കേവലം ചില കർമ്മങ്ങളായി അത് ഒതുങ്ങിപ്പോകുന്നുണ്ടോ? മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് അവിടുന്ന് നമസ്കരിക്കുന്ന ആളുകളെ 5 വിഭാഗമായി തരംതിരിക്കുകയാണ്. നമസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കുഫറിലാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ചർച്ചയില്ല. നമസ്കരിക്കുന്ന ആളുകൾ തന്നെ 5 രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവരുടെ ദറജ എന്നാണ്. ഒരു സഫിലെ ആളുകളിൽ തന്നെ വ്യത്യസ്തമായ കൂലി ലഭിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായ പ്രതിഫലം ലഭിക്കുന്നവരുണ്ട്. എങ്കിലതാ 5 രൂപത്തിലാണ് നമസ്കാരങ്ങളെ കാറ്റഗറി ചെയ്യുന്നത്. ഒന്നാമതായി പഠിപ്പിക്കുന്നത് മുആഖബ എന്ന വിഭാഗമാണ്. യുആഖിബുഹുല്ലാഹു അലാ സ്വലാത്തിഹി, എന്താണ് അവന്റെ പ്രത്യേകത? ആ നമസ്കാരക്കാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ നമസ്കാരത്താൽ അവൻ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയനാകുന്നു. നമസ്കരിക്കാത്തത് കൊണ്ടുള്ള ശിക്ഷയില്ല. നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെ അതാ ചില ആളുകൾ തങ്ങളുടെ നമസ്കാരം കൊണ്ടതാ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാവുകയാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തിയില്ലേ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, അപ്പോൾ നമസ്കരിക്കുന്നവർക്ക് നാശം. എന്താണ് ആ നമസ്കാരക്കാരുടെ പ്രത്യേകത? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ, അവരവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ്, അവർ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി നമസ്കരിക്കുന്നവരാണ്. ഈ രൂപത്തിലുള്ള നമസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാവുകയാണ്. മാത്രമല്ല ഹുവല്ലദീ ഇൻഖതസ മിൻ വുദൂഇഹാ വമവാഖീതിഹാ വഹുദൂദിഹാ വഅർകാനിഹാ, അവരുടെ പ്രത്യേകത എന്നാൽ അവർ വീഴ്ച വരുത്തിയവരാണ്. അതിന്റെ വുദൂഇന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചിട്ടില്ല, അതിന്റെ സമയത്തിന്റെ കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചിട്ടില്ല, ആ നമസ്കാരത്തിന്റെ റുക്നുകളുടെ കാര്യത്തിൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ശ്രദ്ധിക്കാതെ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപമ കോഴി കൊത്തുന്നത് പോലെ നമസ്കരിക്കുന്നവരുണ്ട്. ഓരോന്നിലും അടക്കമില്ല, ഒതുക്കമില്ല, ചൊല്ലുന്ന പ്രാർത്ഥനകൾക്ക് പൂർത്തീകരണമില്ല. ഈ രൂപത്തിലുള്ള നമസ്കാരക്കാരെ സംബന്ധിച്ചിടത്താണ് അവരുടെ നമസ്കാരത്താലാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ നമസ്കാരം ആ
ആ രൂപത്തിലുള്ള നമസ്കാരമാണോ? ആ നമസ്കരിക്കുന്നുണ്ട്, എന്റെ നമസ്കാരം കൊണ്ട് എനിക്ക് ശിക്ഷയാണോ രക്ഷയാണോ? ആത്മപരിശോധന നടത്തണം. രണ്ടാമത്തെ നമസ്കാരക്കാരെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നത് മുഹാസബ എന്നാണ്, വിചാരണയ്ക്ക് വിധേയനാകുന്നവൻ എന്നാണ്. യുഹാസിബുഹുല്ലാഹു അലാ സ്വലാത്തിഹി, തന്റെ നമസ്കാരത്തിന്റെ പേരിൽ അതാ കഠിനമായ വിചാരണയ്ക്ക് വിധേയനാവുകയാണ്. അയാളുടെ നമസ്കാരം സ്വീകരിക്കുമോ എന്ന് നമുക്കറിയുകയില്ല. പക്ഷേ അയാളുടെ നമസ്കാരത്തിന്റെ പേരിൽ അതാ അല്ലാഹുവിന്റെ മുന്നിൽ ശക്തമായ വിചാരണ മനുഷ്യൻ നേരിടുകയാണ്. എന്താണ് നമസ്കാരം എന്നറിയുമോ? അയാളെ സംബന്ധിച്ചിടത്തോളം അതാ അയാൾ നമസ്കരിക്കുന്നുണ്ട്, വലാകിൻ ഖദ് ളയഅ മുജാഹദതു നഫ്സിഹി ഫീ വസ്വസതി വദഹബ മഅ വസ്വാസിഹി വൽ അഫ്കാർ. നമസ്കാരത്തിൽ നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി പിശാച് കടന്നു വരുന്ന സന്ദർഭമുണ്ട്. മനസ്സുകളിലേക്ക് തെറ്റായ വസ്വാസുകളും ചിന്തകളും ഇട്ടുതരും. നമസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്ക് ദുനിയാവിന്റെ പല ചിന്തകളും, മറന്നുപോയ പല കാര്യങ്ങളും ഒക്കെ നമസ്കാരത്തിനകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോ, ചിന്തകളിൽ അതിങ്ങനെ കടന്നു വരുമ്പോ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ പ്രത്യേകത ആ ചിന്തകളിൽ ഇങ്ങനെ അഭിനമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിലോ റബ്ബിനെ കുറിച്ചോ ഉള്ള ഓർമ്മയിലല്ല, ദിക്റിലല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് മാത്രമാണ് ആ നമസ്കാരത്തിൽ അയാളുടെ ചിന്ത. അതിനെതിരെ അയാളുടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല. ആ വസ്വാസിന്റെ കൂടെ, ആ ചിന്തയുടെ കൂടെ ആ മനുഷ്യൻ അങ്ങ് മുന്നോട്ട് പോകുന്നു. ഒരൽപ്പമല്ലാതെ അവർ അല്ലാഹുവിനെ ഓർക്കുന്നതേ അല്ല. അവരുടെ നമസ്കാരത്തിൽ അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. റുകൂഉണ്ട്, സുജൂദുണ്ട്, തക്ബീറത്തുൽ ഇഹ്റാമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിലൊക്കെ ചിന്തിക്കുന്ന ചിന്ത പറയാൻ, ചൊല്ലുന്നത് എന്തോ ചൊല്ലുന്നുണ്ട്, പക്ഷേ നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ, ചൊല്ലുന്ന കാര്യത്തിൽ ബോധ്യമില്ലാതെ ആ രൂപത്തിലുള്ള നമസ്കാരം കഠിനമായ വിചാരണയ്ക്ക് വിധേയനായി തീരുമെന്ന് ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് അവിടുന്ന് വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ നമസ്കാരക്കാരൻ ആരാ? മുകഫ്ഫർ അൻഹു, പാപം പുറത്തു കിട്ടുന്നവനാണ് അവൻ. യുകഫിറുല്ലാഹു അൻഹു ബിസ്വലാത്തിഹി, അവന്റെ നമസ്കാരത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയാണ്. മൂന്നാമത്തെ ദറജയാണ്. തന്റെ നമസ്കാരത്താൽ തന്റെ പാപങ്ങൾ പുറത്തു കിട്ടുന്നവനാണ് മൂന്നാമത്തെ വിഭാഗമായി എണ്ണുന്നത്. മൻ ഹാഫദ അലാ ഹുദൂദിഹാ വ അർകാനിഹാ വജാഹദ നഫ്സഹു മിനൽ വസാബിസി വൽ അഫ്കാർ. മുജാഹിദാണവൻ. അവന്റെ നമസ്കാരത്തിലുടനീളം അവൻ ഒരു മുജാഹിദാണ്. നാലവൻ നമസ്കാരത്തിന് നിൽക്കുമ്പോ നമസ്കാരത്തിൽ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിച്ചുകൊണ്ട്, ശ്രദ്ധിക്കേണ്ടത് പോലെയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ നമസ്കരിക്കും. അങ്ങനെ അവൻ നമസ്കാരത്തിന് നിൽക്കുമ്പോ പല തെറ്റായ ചിന്തകളും വിചാരങ്ങളും അവന്റെ മനസ്സിലേക്ക് വരുന്നു എന്നവൻ മനസ്സിലാക്കുമ്പോ അതിനെതിരിൽ അവൻ ജിഹാദ് ചെയ്യുകയാണ്. തന്റെ നമസ്കാരത്തിലുടനീളം അവൻ പിശാചുമായി പോരാടുകയാണ്. ഒരിക്കലും തെറ്റായ ചിന്ത വരാത്ത രൂപത്തിൽ റബ്ബിലേക്ക് ചിന്തയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും അതാ തെറ്റായ ചിന്തകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വരുമ്പോ പോരാടിക്കൊണ്ട് സലാം വീട്ടുന്ന സമയം വരെ നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളിലേക്കോ റബ്ബിലേക്ക് അവന്റെ ചിന്തയെ കേന്ദ്രീകരിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്നവനുണ്ട്. മുജാഹിദാണവൻ. ആ രൂപത്തിൽ നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പൊറുക്കുകയാണ്. പാപങ്ങൾ പുറത്തു കിട്ടുന്ന നമസ്കാരമാണത്. പാപങ്ങൾ പുറത്തു കിട്ടുന്ന നമസ്കാരമാണ്. നാലാമത്തെ നമസ്കാരമായി പഠിപ്പിക്കുന്നത് തന്റെ നമസ്കാരത്താൽ പ്രതിഫലം ലഭിക്കുന്നവനാണവൻ. പാപം പുറത്തു കിട്ടുക മാത്രമല്ല, തന്റെ നമസ്കാരത്താൽ അവന്റെ കൂലി കിട്ടുകയാണ്, വമ്പിച്ച പ്രതിഫലം ലഭിക്കുകയാണ്. ഏതാണ് ആ നമസ്കാരം എന്നറിയുമോ? മനിദാ ഖാമ ഇലസ്സലാ അക്മല ഹുഖൂഖിഹാ വ അർകാനിഹാ. ഒരു മനുഷ്യനതാ നമസ്കാരത്തിന്റെ എല്ലാ പൂർത്തീകരണത്തോടുകൂടിയും നമസ്കരിക്കുന്നു. അങ്ങനെ അവൻ നമസ്കരിക്കുമ്പോ ആ നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളെ കുറിച്ച് അവന്റെ ബോധ്യമുണ്ട്. ചൊല്ലുന്ന കാര്യങ്ങളുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ നമസ്കരിക്കുന്ന നമസ്കാരക്കാരനോ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടുക മാത്രമല്ല, അവൻ ആ നമസ്കാരത്താൽ അല്ലാഹു വമ്പിച്ച പ്രതിഫലം നൽകുകയാണോ. നാലാമത്തെ നമസ്കാരം. അഞ്ചാമതായി ഒരു നമസ്കാരം കൂടിയുണ്ട്. അഞ്ചാമത്തെ നമസ്കാരം എന്ന് പറയുന്നത്
അഞ്ചാമത്തെ ദറജയായി പഠിപ്പിക്കപ്പെടുന്നത് മുഖറബ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവനാണവൻ. യുഖർരിബുല്ലാഹു ഇലൈഹി ബിസ്സലാത്തിഹി, തന്റെ നമസ്കാരത്താൽ അല്ലാഹുവിങ്കിൽ അടുത്ത സാമീപ്യം ലഭിച്ചവനാണവൻ. അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ വലിയ സ്ഥാനമുണ്ട്. പലപ്പോഴും നമ്മൾ നമസ്കരിക്കുന്നത് പരലോകത്തെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടാണ്. നരകത്തിൽ പോകേണ്ടി വരുമല്ലോ എന്ന പേടിയോടുകൂടി നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ധാരാളം പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇതിന് രണ്ടിനും കൂലിയുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ അപ്പുറത്തുള്ള ഒരു തലമാണ് അല്ലാഹുവിനോടുള്ള സ്നേഹത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വീട്ടിൽ നിന്ന് രാത്രി നമസ്കരിച്ചപ്പോ ദീർഘമായ നമസ്കാരത്താൽ കാല് പൊട്ടിയിട്ടോ അതിൽ നിന്ന് നീര് പുറത്തു വരുന്ന അവസ്ഥ കണ്ടപ്പോ ആയിഷ ബീവി ചോദിക്കുന്ന ചോദ്യമാണ്, റസൂലേ, അവിടെ നിന്ന് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും ഒന്ന് പുറത്തു തന്നിട്ടോ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നത്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കണ്ടേ ആയിഷ? ഈ സ്നേഹമുണ്ടല്ലോ, ഈ രൂപത്തിലുള്ള അടുപ്പമുണ്ടല്ലോ, എന്റെ റബ്ബല്ലേ എന്ന ചിന്തയുണ്ടല്ലോ, എന്റെ റബ്ബെന്നോടൊരു കാര്യം പറഞ്ഞിട്ടോ ഞാനത് ചെയ്യാതിരിക്കുകയോ എന്ന സ്നേഹത്തോടുകൂടെയുള്ള അടുപ്പം. ആ നമസ്കാരത്തിന്റെ പ്രത്യേകത മനിദാ ഖാമ ഇലസ്സലാത്തി ഖിയാമ ഇലൈഹാ كذلك ولكن مع هذا قد أخذ قلبه ووضعه بين يدي رب عز وجل ناظرا بقلبه إليه. ഒരു മനുഷ്യനതാ തന്റെ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ തന്റെ ഹൃദയത്തെ പറിച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചിട്ട് ആ ഹൃദയത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് നമസ്കരിക്കുന്നവന്റെ നിസ്കാരമാണ്. അതാ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ എത്രയോ കാണുന്നില്ലേ, അമ്പ് പറിച്ചതവർ അറിഞ്ഞില്ല, വെട്ടുകൊണ്ടത് അറിഞ്ഞില്ല. ഈ രൂപത്തിൽ തങ്ങളുടെ ഹൃദയത്തെ റബ്ബിങ്കലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് വല്ലാത്ത ഭക്തിയോട് കൂടെയുള്ള ഒരു നമസ്കാരമുണ്ടല്ലോ. തങ്ങളുടെ മുമ്പിൽ കഅബാലയമുണ്ടെന്ന ചിന്തയാൽ, സിറാത്തിന്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന തോന്നലാൽ, വലതുഭാഗത്ത് സ്വർഗമുണ്ടോ ഇടതുഭാഗത്ത് നരകമുണ്ടോ, ഈ രൂപത്തിൽ എല്ലാ നമസ്കാരത്തിൽ നിന്ന് ഞാൻ സലാം വീട്ടിയാൽ എന്റെ റൂഹ് പിടിക്കാൻ എന്റെ തലയുടെ മുകളിൽ ആ മലക്കുൽ മൗത്ത് കാത്തിരിക്കുന്നുണ്ടോ, ഇതെന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസാനത്തെ നിസ്കാരമാണെന്ന ബോധ്യത്താൽ നിസ്കരിക്കുന്ന നിസ്കാരം. അതുകൊണ്ടല്ലേ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത്, നിങ്ങൾ നമസ്കരിക്കുമ്പോ വിട പറയുന്നവനെ പോലെ നമസ്കരിക്കുക. ഈ നമസ്കാരത്തോടുകൂടി ദുനിയാവിൽ വെച്ചുള്ള നിങ്ങളുടെ എല്ലാ ഇബാദത്തും അവസാനിച്ചു. നിങ്ങളുടെ മരണമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ റബ്ബിനോട് എന്തെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാറുണ്ടാകും, സുജൂദിൽ കിടന്ന് കരയാറുണ്ടാകും, എന്തെല്ലാം റബ്ബിനോട് തേടാറുണ്ടാകും. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നതിന് മുമ്പ് ശത്രുക്കൾ അവസാനത്തെ ആഗ്രഹം ചോദിക്കുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്ന ആഗ്രഹം അവസാനമായി 2 റക്അത്ത് നമസ്കരിക്കണമെന്നാണ്. ആ 2 റക്അത്ത് നമസ്കാരത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു എന്തെല്ലാം റബ്ബിനോട് ചോദിച്ചിട്ടുണ്ടാകും, എന്തെല്ലാം കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടാകും. അത് വഹി മുഖേന അറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ നിസ്കരിക്കുമ്പോ ഖുബൈബിന്റെ നമസ്കാരത്തെ പോലെ നിസ്കരിക്കുക, വിട പറയുന്നവനെ പോലെ നിങ്ങൾ നിസ്കരിക്കുക, അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ച് നിങ്ങൾ നമസ്കരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് റബ്ബിന്റെ ഏറ്റവും വലിയ സാമീപ്യം ലഭിക്കുന്ന നമസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബ കിറാമിന്റെയും നമസ്കാരം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു, അരിഹ്നാ യാ ബിലാൽ ബിസ്സലാ, അരിഹ്നാ യാ ബിലാൽ ബിസ്സലാ, അസ്സലാത്തു ഖുർറത്തു ഐനി, നമസ്കാരത്താൽ റാഹത്ത് തരൂ ബിലാൽ, പങ്ക് വിളിക്കൂ ബിലാൽ, നമസ്കാരം എന്റെ കണ്ണിന്റെ കൺകുളിർമയാണോ.
ഈ രൂപത്തിൽ നമസ്കരിക്കുക എന്നുള്ളത് ഒരു പണിയാണ്, ഒരു പ്രയാസമാണ് എന്ന രൂപത്തിലല്ല പ്രിയപ്പെട്ടവരെ. അത് റബ്ബിനോട് നന്ദി കാണിക്കാനുള്ള അവസരമായി എടുത്ത് നമസ്കരിക്കുന്ന ആ രൂപത്തിൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയുള്ള നമസ്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നമസ്കാരക്കാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഫായിസീന ബിറല്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിലാണ് മനുഷ്യരെ പരീക്ഷിക്കുന്നത്. വരൾച്ച കൊണ്ടും വലിയ പേമാരി കൊണ്ടും വെള്ളപ്പൊക്കം കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ കൊണ്ടും വലിയ മാരക രോഗങ്ങൾ നൽകിയിട്ടുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. നാം കാണുന്ന കാഴ്ചകൾ, വ്യത്യസ്തമായ അവസ്ഥകൾ, ഈ പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിൽ നാം സ്വീകരിക്കേണ്ട നിലപാട് റബ്ബിലേക്ക് വിനയാന്വിതരായി മടങ്ങുകയും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും വേണം. രോഗങ്ങളെല്ലാം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുവേ, വെള്ളപ്പാണ്ടിൽ നിന്ന്, ഭ്രാന്തിൽ നിന്ന്, കുഷ്ഠരോഗത്തിൽ നിന്ന്, അതുപോലെ ഹീനമായ വമ്പിച്ച രോഗങ്ങളിൽ നിന്നെല്ലാം അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന പ്രാർത്ഥന. ഇതുപോലെ ധാരാളം കണക്കിന് പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഒരു രോഗം എന്ന് പറയുന്നത് ആ രോഗിക്ക് മാത്രമുള്ള പരീക്ഷണമല്ല. ആ രോഗിയോടുള്ള നമ്മുടെ സമീപനം എന്താണ്? അവരെ എങ്ങനെയാണ് നാം ചേർത്ത് പിടിക്കുന്നത്? അവരെ എങ്ങനെയാണ് നാം അവഗണിക്കുന്നത്? ഇത് നമുക്കെല്ലാവർക്കുമുള്ള ഒരു പരീക്ഷണമായി മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ഉചിതമായ നിലപാടുകൾ സ്വീകരിക്കുവാനും റബ്ബിനെ തവക്കുൽ ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.